Hi everyone. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് എ ഡാം ആണ് നോക്കാനുള്ളത്. അതിൽ തന്നെ മെയിൻ ആയിട്ട് ഗാലറി ഡിസ്കസ് ചെയ്യാനുണ്ട്, ജോയിൻസിൽ കൺസ്ട്രക്ഷൻ ആൻഡ് കോൺട്രാക്ഷൻ ജോയിൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്, ദെൻ വാട്ട് ആർ കീസ് ആൻഡ് വാട്ട് സ്റ്റോപ്സ്, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ജനറൽ കമ്പോണൻസ് ഓഫ് എ ഡാം, ജനറൽ ആയിട്ട് നമ്മൾ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ആണ് പറയുന്നത് അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് സ്പിൽവേ. ഈ സ്പിൽവേനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പിൽവേസ് ഏതൊക്കെയാണെന്നുണ്ട്. എന്താണ് ഒരു സ്പിൽവേയുടെ മെയിൻ പേർപ്പസ്? ഏതൊരു ഡാമിലും സർപ്ലസ് ആയി വരുന്ന ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിന് സേഫ് ആയിട്ട് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് ഡിസ്പോസ് ചെയ്യാൻ, ഡിസ്ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പിൽവേസ് എന്ന് പറയാം. ഓക്കെ, സോ ദീസ് സ്പിൽവേസ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. അപ്പം ഒന്നിക്കൽ കൺട്രോൾഡ് ആയിട്ട് ഇത്ര എമൗണ്ട് വാട്ടർ മാത്രം നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗേറ്റ്സ് ഒക്കെ ഉള്ള സ്പിൽവേസ് ആവാം, അതല്ലെങ്കിൽ അത്തരം കൺട്രോളിങ്സ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഓപ്പണിങ്സ് ആവാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ആയാലും മെയിൻ പേർപ്പസ് എന്താണ്? എക്സസ് വരുന്ന ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിസർവോയറിൽ സൂക്ഷിക്കാൻ പറ്റാത്ത, റിസർവോയറിൻ്റെ മാക്സിമം കപ്പാസിറ്റിക്ക് എബവ് ആയിട്ട് വരുന്ന വാട്ടറിന് ഡൗൺ സ്ട്രീമിലേക്ക് സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മെയിൻലി നമ്മൾ ഈ സ്പിൽവേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സപ്പോസ് ഇൻ ദിസ് കേസ് ദിസ് ഈസ് ദി dam structure. Okay, about from the bottom of portion onwards, this is the height up to which normally water will be stored, and in case whenever a flood situation occurs or whenever extra amount of water comes, even this freeboard amount can be also utilized to store water. So up to this level, maximum water level MWL, up to this level water will be there inside the dam. Beyond this, if again we are anticipating that more amount of water will be there, or more upcoming days more rainfall will be occurring over there, there is a chance to receive more and more water into this receiver. Then what we have to do, we have to remove the whatever excess water is approaching to this reservoir, right? So for that purpose we have to make arrangements so that any water coming above this level should be safely disposed to the downstream side. ഓക്കെ, അത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സ്പിൽവേ. അപ്പം പലതരത്തിലുള്ള സ്പിൽവേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒജി സ്പിൽവേ മുതൽ മോർണിംഗ് ഗ്ലോറി ടൈപ്പ് സ്പിൽവേസ് വരെ നിലവിലുണ്ട്. ഓക്കെ, സോ വാട്ട് ദിസ് സ്പിൽവേ വിൽ ഡു, ദിസ് വിൽ കളക്ട് ദ വാട്ടർ ഫ്രം ദിസ് പോർഷൻ, അപ്സ്ട്രീം സൈഡ് പോർഷൻ, ആൻഡ് ത്രൂ ദ സ്ട്രക്ചർ ദിസ് വിൽ above the structure this will pass to the downside. Okay, അപ്പോൾ ഇത് സേഫ് ആയിട്ട് വിത്ത് മിനിമം ഡിസ്ട്രക്ഷൻ, മിനിമം the utilization of other instruments, ഇത് എന്ത് ചെയ്യണം, ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യണം എന്ന് പറയാൻ കാരണം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു നോ വാട്ട് ഈസ് ദ എനർജി സ്റ്റോർഡ് ഓവർ ഹിയർ, ദിസ് ഇസ് ദ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ എനർജി വാട്ട് എവർ സ്റ്റോർഡ് ഹിയർ, വൺസ് ദിസ് ഈസ് മൂവിങ് ഇറ്റ് അറ്റെയിൻസ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇത്തരത്തിലൊരു കൈനറ്റിക് എനർജി വെലോസിറ്റി വെച്ചിട്ട് ഇത് താഴേക്ക് ഇത്രയും നല്ലൊരു ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി സം ഡിസ്ട്രക്ഷൻ ഇൻ ദി ഡൗൺ സ്ട്രീം സൈഡ്. അപ്പോൾ അത്തരത്തിൽ ഡിസ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാതെ സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കണം സ്പിൽവേ. സോ മാക്സിമം എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് സേഫ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമ്മൾ നോർമലി ഒരു സ്പിൽവേയിൽ യൂസ് ചെയ്യുക. Now next one is the abutment. Second one is the abutment. Spillway is the first one, second one is the abutment. നമ്മളൊരു ഡാം സ്ട്രക്ചർ ബിൽട്ടപ്പ് ചെയ്യുമ്പോൾ, ബി ഇറ്റ് ആർച്ച് ഡാം ഓർ എനി അതർ, അത് എപ്പോഴും അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഓൺ ദ ബോത്ത് സൈഡ് the whatever the structure which is naturally occurring, or else you can go for an artificial arrangement, such a structure which supports this dam structure is known as the abutment. ആ രണ്ട് സൈഡിൽ കിടക്കുന്ന വാലി, ഫോർ എക്സാമ്പിൾ ഇടുക്കി ഡാം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതാണ് ഇടുക്കി ആർച്ച് ഡാം. ഇടുക്കി ആർച്ച് ഡാമിന്റെ രണ്ട് സൈഡിലുള്ള കുറവൻ മലയും കുറത്തി മലയും, അതാണ് ആ ആർച്ച് ഡാമിന്റെ അബട്ട്മെന്റ്സ് ആയിട്ട് ആ വാലിയിൽ നിലകൊള്ളുന്നത്. അപ്പൊ അവിടെ നമുക്ക് നാച്ചുറലി ഒക്കറിങ് അബട്ട്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ചില കേസിലൊക്കെ വരുമ്പോഴേക്കും അതിന്റെ ആർട്ടിഫിഷ്യലി കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ ബിൽട്ടപ്പ് ചെയ്തിട്ട് നമ്മൾ അബട്ട്മെന്റ്സ് ബിൽട്ടപ്പ് ചെയ്ത് എടുക്കും. Then next one is the river or the channel portion. ഏത് റിവറിന്റെ മുകളിലാണോ ഡാം നമ്മൾ ബിൽട്ടപ്പ് ചെയ്യുന്നത്, ആ ഡാമിന്റെ ആ റിവറിന്റെ സെൻട്രൽ പോർഷൻ നമ്മൾ റിവർ അല്ലെങ്കിൽ ചാനൽ സെക്ഷൻ എന്ന് പറയും. ഓവർ വിച്ച് ദ ഡാം വിൽ ബി ലൈങ്. ആ ചാനലിന്റെ എക്സാക്ട് സെൻട്രൽ പോർഷനിലേക്കൂടെ നോർമൽ ടു ദാറ്റ് റിവർ we will be building up the dam. Then what is heel? നമ്മൾ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ ഹീലും ടോവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്സ്ട്രീം സൈഡിൽ ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീൽ എന്ന് പറയുന്നത്. അതേപോലെ ഡൗൺ സ്ട്രീം സൈഡിൽ ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് പറയും? ഫൗണ്ടേഷനിലുള്ള എൻ പോർഷനിലുള്ള പോയിന്റ് നമ്മൾ ടോ എന്ന് പറയും. So that is about heel and toe. The upstream portion of the dam where which it contacts the foundation surface. Similarly, on the downstream portion, wherever it contacts the foundation surface, it is known as the toe. And crust portion ഏതാണ്? ഇതാണ് നമ്മുടെ crust portion.
ഈ ടോപ്പ് മോസ്റ്റ് പോർഷൻ. നമുക്കത് നോർമലി ഒരു പ്രാക്ടിക്കൽ പ്രൊഫൈലിലല്ലാതെ എലിമെന്ററി പ്രൊഫൈൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു ക്രസ്റ്റ് വിഡ്ത്ത് ഉണ്ടാവില്ല. പ്രാക്ടിക്കൽ പ്രൊഫൈലിൽ മാത്രമായിരിക്കും ഒരു ക്രസ്റ്റ് വിഡ്ത്ത് ഉണ്ടാവുക. സോ ഓൾമോസ്റ്റ് all typical dams will be having a crust over which a roadway will be lying, or some walkway or tractorway. This will be layer on the topmost portion of the dam. ഈ ഒരു പോർഷനിലാണ് നമ്മൾ എന്ത് കമ്മ്യൂണിക്കേഷൻ പർപ്പസ്, ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ്, ദെൻ മെയിൻ്റെനൻസ് പർപ്പസ്, ദെൻ ഫോർ കൺട്രോളിംഗ് ദി ഗേറ്റ്സ്, എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ്, മെക്കാനിക്കൽ ഡിവൈസ്, ഇതെല്ലാം നമ്മൾ ഈ ക്രസ്റ്റിന്റെ സൈഡിലായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ റോഡ്വേയുടെ രണ്ട് സൈഡിലായിട്ടായിരിക്കും നമ്മൾ അലൈൻ ചെയ്തിട്ടുണ്ടാവുക. ഫോർ ദി ഈസ് ഓഫ് അസസ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും, ഏതൊരു ഫ്ലഡിലായിപ്പോലും ടോപ്പ് മോസ്റ്റ് സർഫസ് ഒരിക്കലും വെള്ളത്തിന്റെ അകത്തേക്ക് പോവാത്തത് കൊണ്ടും നമ്മൾ എല്ലാ ഇൻസ്ട്രുമെന്റ്സും എന്ത് ചെയ്യും, ഈ ക്രസ്റ്റിന്റെ സൈഡിലേക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ that is the purpose of the topmost surface of the dam. Then next is parapet wall. It is just for a safety purpose along the length of dam. രണ്ട് ക്രസ്റ്റിന്റെ രണ്ട് സൈഡിൽ അല്ലെങ്കിൽ റോഡിന്റെ രണ്ട് സൈഡിലായിട്ടും കൊടുത്തിരിക്കുന്നത് for the safety to a road or a walkway. സേഫ്റ്റി പർപ്പസിന് വേണ്ടി കൊടുക്കുന്നതാണ് പാരപെറ്റഡ് വാൾസ്. ഓക്കെ, ഏറ്റവും മുകളിൽ നമുക്ക് ഡാം പോർഷന്റെ ഏറ്റവും മുകളിൽ രണ്ട് സൈഡിലുള്ള വാൾസിനെ, റോഡിന്റെ രണ്ട് സൈഡിലും നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ഹൈറ്റിലേക്ക് ബിൽട്ടപ്പ് ചെയ്തിരിക്കുന്ന വാൾസിനാണ് നമ്മൾ എന്ത് പറയുക, പാരപെറ്റ് വാൾസ്. ഇനി what is the axis of a dam? Seventh one, axis of the an imaginary drawn along the center of the plan of the crust. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, axis of the dam. Then section drawn across the axis of the dam x section എന്ന് പറയും. Similarly, then freeboard എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു മാക്സിമം വാട്ടർ ലെവൽ, അതായത് നോർമൽ വാട്ടർ ലെവലിൽ നിന്ന് മാക്സിമം വാട്ടർ ലെവലിലേക്ക് വെക്കുന്ന ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഹൈവസ്റ്റ് ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ റിസർവോയർ ദെൻ ദ ടോപ്പ് ക്രസ്റ്റ് ഓഫ് ദി ഡാം. ടോപ്പ് ക്രസ്റ്റ് ഓഫ് ദ ഡാം മീൻസ് ഇവിടെ നമുക്ക് ഇതാണ് ട്ടോ ഈ ഒരു കേസിലുള്ള ഫ്രീബോർഡ്. അതായത് ഇതാണ് നോർമൽ വാട്ടർ ലെവൽ, അവിടെ നിന്ന് നമ്മൾ ഈ ടോപ്പ് ക്രസ്റ്റിലേക്ക് ഇവിടം വരെ സൂക്ഷിക്കുന്ന ഈ ഒരു ലെവലിനെയാണ് എന്ത് പറയുക, ഫ്രീ ബോർഡ് എന്ന് പറയാം. ഇവിടെ അതിനുശേഷം നമ്മൾ ഈ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന ഇത് നമ്മുടെ റോഡ് വേസിന് വേണ്ടിയിട്ടും എക്സ്ട്രാ അറേഞ്ച്മെന്റ്സിന് വേണ്ടിയും കൊടുക്കുന്നതാണ്. ഈ ഒരു ടോപ്പിൽ ഈ ഒരു പോർഷനിൽ കൊടുക്കുന്ന ഇത്രയും പോർഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീ ബോർഡ്. ഓക്കെ, then maximum water level. Next is the maximum water level. Maximum water level എന്ന് പറഞ്ഞാൽ highest elevation at which water can be stored in a reservoir. ഒരിക്കലും നമ്മുടെ ഡാമിന്റെ മുകളിലോട്ട് വരാത്ത രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന മാക്സിമം വാട്ടർ ലെവലാണ് നമ്മൾ MWL അല്ലെങ്കിൽ മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. സിമിലർലി ലോവസ്റ്റ് എലിവേഷൻ ടു വിച്ച് എ വാട്ടർ ക്യാൻ ബി ലോവേർഡ്. നമ്മൾ ഈ വാട്ടർ സൂക്ഷിച്ചു കഴിഞ്ഞ് സമ്മർ സീസണിൽ അല്ലെങ്കിൽ പവർ ജനറേഷൻ ടൈമിൽ നമ്മൾ ഇത് വിഡ്രോ ചെയ്യും. സോ ടു വാട്ട് ലെവൽ വി ക്യാൻ വിഡ്രോ, ദർ വിൽ ബി ആൾവേസ് സം സ്റ്റോറേജ് വിത്തിൻ ദി റിസർവോയർ. അതിന്റെ ഏറ്റവും അടിവശത്തേക്ക് അടക്കം നമ്മൾ എടുക്കില്ല. ടു വിച്ച് level what we take, the minimum level to which we can lower the water, that level is known as the minimum water level. Beyond that നമ്മൾ കുറയ്ക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ സൂക്ഷിക്കുന്ന വെള്ളത്തിന്റെ അകത്ത് മാക്സിമം എമൗണ്ട് ഓഫ് സിൽറ്റ് ഡെപ്പോസിഷൻ നടക്കുന്ന ഏരിയ ആയിരിക്കാം, അതുതന്നെ ക്ലിയർ വാട്ടർ ആയിരിക്കണം എന്നില്ല. സോ up to minimum water level only we may be withdrawing water. Then beyond that, beneath the minimum water level we have the dead storage. Dead storage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന്റെ അകത്തു നിന്നുള്ള വെള്ളം നമ്മൾ വിഡ്രോ ചെയ്ത് പുറത്തേക്ക് എടുക്കില്ല. ഇതിന്റെ മുകളിൽ നിന്നുള്ള വാട്ടർ മാത്രമേ എന്തായിട്ടുള്ളൂ, നമ്മൾ വാട്ടർ ആവശ്യത്തിനുള്ളത് വിഡ്രോ ചെയ്തു. ദെൻ what is known as tail water. ഡൗൺസ്ട്രീം സൈഡിൽ നമുക്ക് അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ഉണ്ട്, അവിടെ ഒരു ഡാം ബിൽട്ടപ്പ് ചെയ്തെടുത്തു, ഇവിടെ നിന്നുള്ള എക്സസ് വാട്ടർ നമ്മൾ ഡൗൺസ്ട്രീമിലേക്ക് കൊടുക്കുന്നു. ഈ ഡൗൺസ്ട്രീം പോർഷനിലുള്ള വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെയിൽ വാട്ടർ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് എ general structure of dam. Now we will see gallery. What is the purpose of this gallery? A gallery can be of two types, like horizontal or vertical. Anyhow, depending upon the purpose, this can be horizontal or vertical, and again this can be at different levels. ഒരു ഡാമിന്റെ ഫുൾ ഹൈറ്റ് നോക്കുമ്പോൾ ഇവിടെ ആവാം, എവിടെയാണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് ഗാലറി. ഓക്കെ, ഇതിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ടു ഇൻസ്പെക്ട് ഓർ മോണിറ്റർ ദ സീപ്പേജ്, ലീക്കേജ് ആൻഡ് അതർ മെയിൻ്റെനൻസ് ഷെഡ്യൂൾസ് ഇൻ എ ഡാം ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ പർപ്പസ് ആവാം ഓർ ഡ്യൂറിംഗ് ദ ഓൺ ഗോയിങ് ഫംഗ്ഷനിങ് ഓഫ് എ ഡാം. ഇത്തരത്തിൽ കൺസ്ട്രക്ഷൻ ടൈമിൽ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതല്ലാതെ അതിന്റെ വർക്കിംഗ് കണ്ടീഷനിലായി കഴിയുമ്പോൾ ഡിഫറെന്റ് പർപ്പസിന് വേണ്ടി, ലീക്കേജിന് വേണ്ടി, സീപ്പേജ് അനാലിസിസിന് വേണ്ടി, ഇതിനൊക്കെ നമുക്ക് ഇനി അതർ റിപ്പയർമെന്റ്, സ്ട്രെങ്തനിങ് പർപ്പസ്, ഇതിനൊക്കെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗാലറീസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
നോ ഈ ഗാലറീസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഹൗ എ ഗാലറി വിൽ ലുക്ക് ലൈക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 2 വീഡിയോസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. അതൊന്ന് ചെന്ന് കാണാം. അപ്പം ഗാലറീനെ കുറിച്ച് കൂടുതൽ അതെങ്ങനെയാണ് കാണാനിരിക്കുക, ഹൗ ദ കൺസ്ട്രക്ഷൻ വർക്ക്സ് ആർ ഗോയിങ് ഫോർ എ ഗാലറി, ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്, വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് എ ഗാലറി, അതൊക്കെ നിങ്ങൾക്ക് അവിടെ ഐഡിയ കിട്ടും. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2 ലിങ്ക് ഒന്ന് കയറി നോക്കുക. ഓക്കെ, വാട്ട് ഇസ് ദ മെയിൻ പേർപ്പസ് ഓഫ് എ ഗാലറി? First is to provide drainage inside the dam. നമുക്കറിയാം huge water storing structure ആണ്. Still water will be percolating inside to the dams vertically or horizontally. So what we will do, we will collect all these things in the gallery and then we will pump it out. So safe pumping നമുക്ക് അവിടെ provide ചെയ്യാൻ പറ്റും, which will not further disturb the dam structure. Okay. Then to provide facilities for drilling and grouting operation for foundation. അപ്പോൾ ഇത്തരത്തിലുള്ള ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Galleries യൂസ് ചെയ്യാൻ പറ്റും. Okay, to provide space for header and return pipes for post cooling of concrete. ഇതെല്ലാം കൺസ്ട്രക്ഷൻ പേർപ്പസിൽ ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗാലറീസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫോർ പോസ്റ്റ് കൂളിംഗ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് ഗ്രൗട്ടിംഗ് പേർപ്പസ്, ഗ്രൗട്ടിംഗ് ദ ലോഞ്ചിറ്റ്യൂഡൽ ജോയിൻസ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഡാം. ബട്ട് ഈ ഒരു ഡാം ബിൽട്ടപ്പ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും വർഷങ്ങളെടുത്ത് സ്റ്റേജ് ബൈ ജോയിൻ ബൈ നമ്മൾ ബിൽട്ടപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഓരോ സെക്ഷനിൽ ഈ കോൺക്രീറ്റ് എക്സ്പാൻഡ് ചെയ്യുകയും കംപ്രസ് ചെയ്ത് കിട്ടുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ഗ്യാപ്സ് ഉണ്ടാവാം, അൺവാണ്ടഡ് എലമെന്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ പ്രോപ്പറായിട്ട് അത് ഗ്രൗട്ട് ചെയ്തെടുക്കാനും കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അവൈലബിൾ സ്പേസ് വേണം. സോ സച്ച് സ്പേസ് എവിടെയാണ് നമുക്ക് കിട്ടുക? ഗാലറിയിൽ കിട്ടും. Then to provide access to observe and measure the behavior of the structure of the after its completion by fixing thermocouples and examining the development of cracks. So again, this is a monitoring space. Okay, then for convenient operations of outlet gates and spillway gates. അപ്പോൾ നമുക്ക് പറയാം എവിടെ വേണമെങ്കിലും be it the foundation level or in the middle level or at the top level, എവിടെ വേണമെങ്കിലും ഗാലറീസ് ആവാം. ഓരോ ലൊക്കേഷൻ അനുസരിച്ച് അതിൻ്റെ പേർപ്പസും അതിൻ്റെ നീഡും മാറും. So what are the different types of galleries there in the system? Like different types are there, like foundation galleries, drainage gallery, gate gallery, grouting gallery, inspection gallery. So what are they? First one is the foundation gallery. So this is parallel to the axis of the dam. Foundation gallery നമ്മൾ ചെയ്യുന്നത് ഡാമിൻ്റെ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ചെയ്യുക. ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് തന്നിരിക്കുന്ന ഗാലറിയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹൗ ലെങ്ത് ഇറ്റ് ഈസ്. അത്രയും നല്ല ലെങ്തിലി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഗാലറിയാണ് ഫൗണ്ടേഷൻ ഗാലറി. ഓക്കെ, യൂഷ്വൽ സൈസ് 2 to 2.5 മീറ്റർ റെക്ടാങ്കുലർ ടൈപ്പ് ബോക്സ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഒരു എലിവേഷനിൽ കയറി ചിലപ്പോൾ ഡാമിൻ്റെ അതർ സൈഡിൽ ലീവ് ഔട്ട് ചെയ്യുമ്പോൾ വേറൊരു എലിവേഷനിലായിരിക്കാം നമുക്ക് ലീവ് ഔട്ട് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ മെയിൻ purpose of such foundation gallery? One is the main drainage of water percolating from the upstream phase നിന്ന് ഈ സ്ട്രക്ചറിനകത്തെ കൂടെ പെർക്കുലേറ്റ് ചെയ്യുന്ന വാട്ടറിനെ കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗാലറീസ് യൂസ് ചെയ്യാം. ദെൻ പ്രൊവൈഡ് സ്പേസിംഗ് ഫോർ ഡ്രില്ലിംഗ് ആൻഡ് ഗ്രൗട്ടിംഗ് ഓഫ് ഹോൾസ്. ഓക്കെ, ഗ്രൗട്ട് കർട്ടൻ ചെയ്യുമ്പോൾ ഡ്രില്ലിംഗ് പേർപ്പസിനും ഗ്രൗട്ടിംഗ് പേർപ്പസിനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡ്രെയിൻ ഹോൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഫൗണ്ടേഷൻ ഗ്രൗട്ടിങ്ങിന് വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റും. അതേപോലെ ഡ്രെയിൻ ഹോൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അത്തരത്തിലുള്ള ഫൗണ്ടേഷൻ സ്ട്രക്ചറൽ വർക്ക്സിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. Next is drainage gallery. The only purpose of drainage gallery is to collect the water and dispose it safely. നമ്മളപ്പോൾ പറഞ്ഞു പല രീതിയിൽ പല ലൊക്കേഷനിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഡ്രെയിനേജ് ഗാലറി എന്ന് പറയുന്നത് ബേസ് വിഡ്ത്ത് നിന്ന് ഒരു 2/3 ഫ്രം അപ്സ്ട്രീം സൈഡിൽ നിന്ന് നമുക്കൊരു ബേസ് വിഡ്ത്ത് അറിയാം. ബേസ് വിഡ്ത്ത് നിന്ന് അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഒരു 2/3, അതായത് ഒരു ഡീപ്പസ്റ്റ് പോർഷൻ ഓഫ് ഡാം എവിടെയാണോ വരുന്നത് ആ ഒരു പോർഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡ്രെയിനേജ് ഗാലറി കൊടുക്കുക. അപ്പം ഡ്രെയിനേജ് ഗാലറി കൊടുക്കുന്നതിൻ്റെ പേർപ്പസ് എന്താണ്? ആ വരുന്ന അപ്സ്ട്രീം സൈഡിൽ നിന്ന് സീപ്പ് ചെയ്ത് വരുന്ന വാട്ടറിനെ കളക്ട് ചെയ്ത് എന്ത് ചെയ്യുക, സേഫ്ലി നമുക്കതിനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡ്രെയിനേജ് ഗാലറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻസ്പെക്ഷൻ ഗാലറി. ദിസ് ഈസ് ടു ഇൻസ്പെക്ട് ദ സ്ട്രക്ചർ ആൻഡ് ദ സ്ട്രക്ചറൽ ബിഹേവിയർ ഓഫ് ദ ഡാം. പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡിൽ നമുക്ക് സ്ട്രക്ചറൽ ബിഹേവിയർ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗാലറിയാണ് ഇൻസ്പെക്ഷൻ ഗാലറി. ഇൻ അഡീഷൻ ടു ദിസ് ആൾസോ ലുക്ക് ആഫ്റ്റർ ദ ഡ്രെയിനേജ് ഓർ ഗ്രൗട്ടിംഗ് ക്യാൻ ബി ഡൺ ത്രൂ ദിസ്. ഓക്കെ, അപ്പോൾ ഒരു നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗാലറീസ് നോക്കിക്കഴിഞ്ഞാൽ അലോങ് ദി ഡാം ഫുൾ ലെങ്തിലുള്ള നമുക്ക് ഗാലറീസ് കാണാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ബക്ര ഡാമിൻ്റെ ഗാലറിയുടെ ലെങ്ത് ആണ് 5 കിലോമീറ്റർ.
ഇനി അടുത്തതാണ് ഗേറ്റ് ഗാലറി. ഇതെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഗാലറിനെയാണ് നമ്മൾ ഗേറ്റ് ഗാലറി എന്ന് പറയുക. ഇതിന്റെ ലൊക്കേഷനും സൈസും ഒക്കെ ഡിപ്പെൻസ് അപ്പോൺ വേർ ദ മെക്കാനിക്കൽ എക്യുപ്മെന്റ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ്. അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു ഗേറ്റ് ഗാലറി ഉണ്ടാവുക. Now the last one is the grouting gallery. Okay, ഈ ഗാലറിയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ലൊക്കേറ്റ്, സപ്ലൈ, റിട്ടേൺ ആൻഡ് ദ വെൻഡേഴ്സ്. അതായത് നമ്മുടെ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡിൽ, ഗ്രൗട്ടിംഗ് പീരീഡിൽ അല്ലെങ്കിൽ കൂളിംഗ് പീരീഡ്, ആർട്ടിഫിഷ്യൽ കൂളിംഗ് പീരീഡിന് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്സും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗാലറിയാണ് ഗ്രൗട്ടിംഗ് ഗാലറി. ഗ്രൗട്ടിംഗ് ക്യാൻ ബി ഡൺ. Then even this same gallery can be used for drainage purpose. Then post cooling of concrete, joints, ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗാലറിയാണ് ഇത് ഗ്രൗട്ടിംഗ് ഗാലറി. എല്ലാ ഗാലറിയിലും മെയിൻലി അതൊരു സീപ്പേജ് ലൈൻ വരുന്ന ഒരു പോർഷൻ ആണെങ്കിൽ that will act as a drainage gallery also. Okay, അപ്പോൾ മെയിൻ കമ്പോണൻസ് ഓഫ് ഡാം ആയി, ഗാലറീസ് ആയി. Now the last one is not last one, main important topic is joints. നമുക്ക് എന്തൊക്കെ ടൈപ്പ് joints ആണ് ഒരു ഡാം ബിൽഡപ്പ് ചെയ്യുമ്പോൾ മെയിൻലി വരിക. One is the construction joints. See here in this elevation diagram how the construction joints will look like. Okay, then these construction joints നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡാം ബിൽഡപ്പ് ഈ ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടല്ല, അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ചെയ്യുമ്പം ഏറ്റവും ആവശ്യം വരുന്ന ഒരു ഹൊറിസോണ്ടൽ ജോയിന്റ് ആണ് കൺസ്ട്രക്ഷൻ ജോയിൻസ്. ഓക്കെ, അപ്പോൾ ഒരു ജോയിന്റിൽ നിന്ന് അടുത്ത ജോയിന്റിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ ഡിസ്റ്റൻസ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം 1.5 മീറ്റർ. ബിയോണ്ട് ദാറ്റ് അനദർ ജോയിന്റ് വിൽ ബി ജോയിനിങ് ഓവർ ദർ. അങ്ങനെ പാരലൽ ജോയിൻസ് ആയിട്ട് പോകുന്നതാണ് ഹൊറിസോണ്ടൽ ജോയിൻസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ജോയിൻസ്. ഓക്കെ, ഇത് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് കോൺട്രാക്ഷനും എക്സ്പാൻഷനും കോൺക്രീറ്റിന്റെ എല്ലാ വർക്കും പ്രോപ്പറായിട്ട് ആ ജോയിൻസിന്റെ ഹോൾഡിങ്ങും ആ സ്ട്രെങ്തനിങ്ങും എല്ലാം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നു എന്ന് നമുക്ക് നോക്കി ഓക്കെ ആണെന്ന് നോക്കി മാത്രം നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് വർക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ബിൽഡപ്പ് ഹൈറ്റിലേക്ക് പോകാൻ പറ്റുന്നതാണ് ഇത്തരം ജോയിൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അതേപോലെ തന്നെ യൂസ്ഫുൾ ആയുള്ള ഒരു ജോയിന്റ് ആണ് കോൺട്രാക്ഷൻ ജോയിൻസ്. കോൺട്രാക്ഷൻ ജോയിൻസ് തന്നെ രണ്ട് തരത്തിലുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസ് ആൻഡ് ട്രാവേഴ്സ് ജോയിൻസ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതേപോലെ ട്രാവേഴ്സ് ജോയിൻസ് കാണാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് യു സീ ഇൻ ഡീറ്റെയിൽ ഓവർ ഹിയർ, and these are the longitudinal joints along the axis of the dam, and normal to this one we have the traverse joints. Okay, so these are also provided, these contraction joints are also provided to avoid cracks caused to shrinkage of concrete. നമ്മൾ ഇതിങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ ക്യൂറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ടെമ്പറേച്ചർ വേരിയേഷൻ ഒക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഷ്രിങ്കേജ് ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഷ്രിങ്കേജ് ഉണ്ടാകുമ്പോൾ അവിടെ നോർമലി ഗ്യാപ്പ് ഉണ്ടാവാം, ക്രാക്സ് ഉണ്ടാവാം. അതായത് ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ് എന്ത്, കോൺട്രാക്ഷൻ ജോയിൻസ്. അപ്പോൾ ഈ കോൺട്രാക്ഷൻ ജോയിൻസ് തന്നെ രണ്ട് പ്ലെയിനിലും ആക്ട് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് തരത്തിൽ ഈ കോൺട്രാക്ഷൻ ജോയിൻസിനെ പറയാം. ഒന്ന് traverse joint, which will be perpendicular normal to the axis of the dam, okay, to prevent the traverse crack due to contraction of the drop. The other one is the longitudinal joint parallel to the axis of dam to prevent the longitudinal cracks. Okay, ഒന്ന് perpendicular traverse ആയിട്ട് കിടക്കുന്ന ക്രാക്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് traverse joints യൂസ് ചെയ്യും. പാരലൽ ആയിട്ട് വരുമ്പോഴുള്ള ക്രാക്സ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന joints ആണ് longitudinal joints. അതല്ലാതെ നമുക്ക് മെയിൻ ആയിട്ട് ഏത് joints, in addition to contraction joints we have the construction joints also. Okay, now the last one is the keys. Keys എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒറ്റ സ്റ്റെപ്പ് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ചെയ്യുന്ന ഡിഫറെന്റ് ജോയിൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഡിഫറെന്റ് ജോയിൻസ് യൂസ് ചെയ്യുമ്പോൾ ഫോർ ദ പെർഫെക്റ്റ് ജോയിനിങ് ഓഫ് ദീസ് ജോയിൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ് ക്യാൻ ബി യൂസ്ഡ്, ലൈക്ക് ട്രയാങ്കുലർ കീസ് ക്യാൻ ബി യൂസ്ഡ്, ട്രപ്പീസോയിഡൽ കീസ് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, അതായത് ഒരു ജോയിന്റ് നിന്ന് അടുത്ത ജോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ഡിഫറെന്റ് ഷേപ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് കീ സ്ട്രക്ചേഴ്സ് ക്യാൻ ബി യൂസ് ടു ഇന്റർലോക്ക് ദി ടു പാർട്സ്. അതായത് രണ്ട് ബ്ലോക്ക് ഓഫ് കോൺക്രീറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു സ്ട്രക്ചറാണ് നമുക്ക്, അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു ഡിവൈസ് ആണ് കീസ്. പ്രോപ്പർ ആയിട്ടുള്ള ഷേപ്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല, ഈ ജോയിനിങ് വിൽ നോട്ട് ബി പ്രോപ്പർ. സോ ദീസ് ജോയിനിങ്സ് ക്യാൻ ബി either of triangular shape or trapezoidal shape or trough shape. Okay, trough shape can be used. അപ്പം
what they will do, they will give a exact measure of the shearing strength. തമ്മിലുള്ള shear joint അവിടെ ഉണ്ടാവും. So the exact shear strength will be developed. The complete compact built up അല്ലെങ്കിൽ bond will be developed between these key structures. Now the last one is the water stops. നമുക്ക് seepage prevent ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ ലീക്കേജ് ഓഫ് വാട്ടർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത് water stops. So these are provided in both type of joints. In between the joints, ഈ രണ്ട് jointsന്റെ ഇടയിൽ, be it traverse joints or contraction joints or construction joints, ഇതിന്റെ ഇടയിൽ വരുമ്പോൾ leaks, water leaks avoid ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന element ആണ് water stops, or you can simply call it as water bars. Okay, this can be of metal, synthetic rubbers, plastics. Mainly nowadays we can mostly see the plastics such as PVC plastics. Okay, അപ്പം ഇതും എന്ത് ചെയ്യും, ഈ രണ്ട് ജോയിൻസിന്റെ ഇടയിൽ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് സീൽ ചെയ്ത് കൊടുത്തിട്ടായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. Okay, so what happens once this is used, they will be preventing the leakage of water, and thus the minimum seepage will be produced in such structures. So these are in general about the different components of a dam: water stops, keys, joints, and other different important components of the dam.